ലോൺ എടുക്കാത്തവരായിട്ട് ആരും തന്നെ നമ്മുടെ കൂട്ടത്തിൽ കാണുകയില്ല. ഓരോ ആവശ്യങ്ങൾക്കായി നമ്മൾ വിവിധ തരം ലോണുകൾ, അതായത് വിദ്യാഭ്യാസ ലോണ്, വീടിൻ്റെ ലോണ്, പിന്നെ നമ്മുടെ വണ്ടിക്ക് ലോണ്, അങ്ങനെ ഒരുപാട് ലോണുകൾ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ലോൺ എടുക്കുന്ന സമയത്ത് മാത്രം നമ്മൾ അതിൻ്റെ ഡോക്യുമെൻ്റ് ശ്രദ്ധിക്കുകയും നമ്മളത് കൃത്യമായിട്ട് അടച്ച് അത് ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എസ് ടി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് റിയലായിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ ഇൻസിഡൻസ് വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിൽ ദിവസവും ഈ പറഞ്ഞ പോലെ 10ഉം 100ഉം കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരുടെ ഓരോരോ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രശ്നത്തിൽ കുടുങ്ങുന്നത് കണ്ടിട്ടാണ് ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ വേറൊരു ലോൺ എടുക്കാനോ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ചെല്ലുമ്പോഴായിരിക്കും ഈ ലോണിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ സിബിൽ സ്കോറിൽ കാര്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിനായിട്ട് അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഓട്ടോ ഡെബിറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം ബാങ്കുകാർ ആക്ടിവേറ്റ് ചെയ്ത് വെക്കും ഈ ലോൺ എടുക്കുന്ന സമയത്ത്. അപ്പോൾ മിക്കവാറും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കൃത്യമായിട്ട് ഈ ലോൺ തുക ഓരോ മാസവും ഇതിനകത്ത് അടഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ LCC ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നമ്മൾ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്നും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്, അത് കൃത്യമായിട്ട് അവിടെ പോയി തന്നെ നമ്മളത് വാങ്ങിച്ച് നമ്മുടെ ലോൺ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തി നമ്മുടെ കയ്യിൽ വെക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒറിജിനൽ ഡീഡ് അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ബാങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ലോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ലീൻ ക്ലോസ് ചെയ്യണം. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ ലോണാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ RC ബുക്കിൽ ഈ പറഞ്ഞതുപോലെ ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുക്കുന്നത് അതിൻ്റെ പേര് കാണും. അത് നമ്മൾ ഡെയിലി നമ്മളിവിടെ ചെയ്യുന്നതാണ്. പക്ഷേ ചില കസ്റ്റമേഴ്സ് അത് ചെയ്യാതിരിക്കും. അത് ഇരുന്നാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വണ്ടി വിൽക്കുമ്പോഴോ മറ്റോ ഈ പറഞ്ഞ ഈ ലോണിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതായത് പേര്, ബാങ്കിൻ്റെ പേര് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ RC ബുക്കിൽ കിടക്കുകയും വണ്ടി കൊടുക്കുന്ന സമയത്ത് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ നമ്മൾ ഈ ലോൺ ക്ലോസ് ചെയ്ത ഉടൻ തന്നെ അതിൻ്റെ ഫോം 2935 വാങ്ങിച്ച് ഉടനെ തന്നെ വണ്ടിയുടെ ഈ പറഞ്ഞതുപോലെ RC ബുക്കിൽ നിന്നും പേര് മാറ്റണം. മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇതിന് 3 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ, പിന്നെ നിങ്ങൾ ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ആധാരവും മറ്റും ലോൺ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ സബ് രജിസ്ട്രാർ ഓഫീസിലും മറ്റും പോയിട്ട് ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലോഷർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അത് ക്യാൻസലാക്കി കളയണം. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ എടുക്കുമ്പോൾ ഈ ലോണിൻ്റെ കാര്യങ്ങൾ അതിൽ കാണിക്കും. അത് പിന്നീട് നിങ്ങളുടെ എലിജിബിലിറ്റിയെ ബാധിക്കുകയും ലോൺ കിട്ടാതാവുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനിയത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോണെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ സിബിൽ സ്കോർ, അത് ഞാൻ സിബിൽ സ്കോറിനെ കുറിച്ചിട്ട് കുറേ വീഡിയോകൾ നമ്മുടെ ഇതിൽ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റഡ് വീഡിയോയുടെ ലിങ്കിലും ഞാനത് ഷെയർ ചെയ്തിരിക്കാം. സിബിൽ സ്കോർ എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ആ സിബിൽ സ്കോർ ലോൺ ക്ലോസ് ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം. സിബിൽ സ്കോർ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് തേർഡ് പാർട്ടി ആപ്പുകളുണ്ട്. അതിൽ പോയി പെടാതെ തന്നെ നമ്മുടെ ഭാരത് സർക്കാർ സംരംഭമായി പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്റർ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കാണും. അവിടെ സിബിൽ സ്കോർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കോർ കുറയാതെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ സിബിൽ സ്കോർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു അംഗീകൃത ഏജൻസിയാണ് കോമൺ സർവീസ് സെൻറ്റർ അഥവാ CSC. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു നിശ്ചിത ഫീസുണ്ട്. ആ ഫീസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ സ്കോർ കുറയാതെ തന്നെ നിങ്ങളുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്യും. ഈ ലോൺ ക്ലോസ് ആയിട്ടുണ്ടോ എന്നുള്ളത് അതിൽ മെൻഷൻ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ അതിനകത്ത് ക്ലോസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണോ ഈ ലോൺ എടുത്തത് അവിടെ പോയി അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് അത് ക്ലോസ് ചെയ്ത് ഇത് നമ്മുടെ സിവിൽ സ്കോറിൽ ഇതില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ ലോൺ എടുക്കുന്ന ആളുകളുടെ ചുമതലയാണ്. നമ്മൾ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കോമൺ സർവീസ് സെൻ്റർ നടത്തുന്നതുകൊണ്ടാണ് നമുക്കിത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മനസ്സിലാവുന്നത്.
കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് കുറച്ച് ഡോക്യുമെൻ്റ് കൊടുത്താൽ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് അവർ ഭയങ്കര ബുദ്ധിമുട്ടി അവർ അവിടെ ഇവിടെയൊക്കെ പോയി ഈ ഡോക്യുമെൻ്റ് സംഘടിപ്പിച്ച് ബാങ്കിൽ കൊടുത്ത് ലോൺ എടുത്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ അവർ കൃത്യമായിട്ട് പൈസയും അടച്ചതിന് ശേഷം ലാസ്റ്റിൽ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ എൻ്റെ ലോൺ ക്ലോസ് ആയി എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഈ വീഡിയോ ലോൺ എടുത്ത എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം.